ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിൽ മറൈൻ വേൾഡ് അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ടിക്കറ്റ് ചാർജ് 120 രൂപ പെർ പേഴ്സൺ ആണ്. ഗൂഗിൾ പേയ്ക്ക് ഒരു ക്യൂ, ക്യാഷിന് വേറെ ക്യൂ. നമ്മളവിടെ ചെന്ന സമയം ഒരു 7:30 അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു വാതിലാണ്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെല്ലുന്നത് APJ അബ്ദുൽ കലാം സാറിൻ്റെ സ്റ്റാച്ചുവിൻ്റെ മുന്നിലേക്കാണ്. അവിടെ കുറേ പിള്ളേരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് കാണുന്നത് യുദ്ധവിമാനങ്ങൾ ചെറുതായിട്ട് നിർമ്മിച്ച് വെച്ചേക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചെല്ലുന്നത് കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് കൗതുകങ്ങളായ കാഴ്ചയിലേക്കാണ്. അവർ TV-യിലും കാർട്ടൂൺസിലും ഒക്കെ കാണുന്ന അതേ ആനിമേറ്റഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ രൂപം റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെറും രൂപം മാത്രമല്ല, ഇത് സൗണ്ട് ഉണ്ടാക്കും, അനങ്ങും. എന്തായാലും ഭയങ്കര സൂപ്പറായിരുന്നു. സീബ്രാസ്, സ്നേക്ക്, എലിഫൻസ്, അതേപോലെ തന്നെ ഇവരുടെ ജിറാഫ് എല്ലാം ഭയങ്കര ഭംഗിയും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ആനിമൽസൊക്കെ ഇങ്ങനെ അനങ്ങുന്നതും സൗണ്ട് ഉണ്ടാക്കുന്നതും ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഗൊറില്ലാസിനെയൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഗൊറില്ലാസൊക്കെ ശരിക്കും ഒറിജിനൽ പോലെ ഇരിക്കുന്നുണ്ടായി. എന്തായാലും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആനയുടെ കൊമ്പൊക്കെ വലിച്ചൂരാനും ഒക്കെ ശ്രമിക്കുന്ന കുറേ കൊച്ചു കൂട്ടുകാരന്മാരും ഞാൻ കണ്ടു. ആനയും ആനക്കുട്ടന്മാരും എല്ലാവരും ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നേരെ കണ്ടത് നമ്മുടെ കുഞ്ഞ് കങ്കാരുവാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കങ്കാരുവിനെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കയറി ചെല്ലുന്ന വലിയൊരു കവാടത്തിലേക്കാണ്. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. ഈ മീനിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഏത് മീനെ കണ്ടാലും ഭയങ്കര യുണീക്കായിട്ട് നല്ല ഭംഗിയോടുകൂടി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല. എല്ലാത്തിനെയും കാണാൻ ഭയങ്കര ഭംഗിയാണ്. കൂടാതെ നമുക്ക് ഒരു ചേട്ടൻ നമ്മളെ കടലിൻ്റെ അടിയിൽ നിന്ന് ഹായ് കാണിക്കും, ടാറ്റ തരും. കൊച്ചു പിള്ളേർക്കൊക്കെ ഫ്ലൈങ് കിസ് കൊടുക്കും. പിള്ളേർക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സ്റ്റാർ ഫിഷിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. അതേപോലെ കാണാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം മീനുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ മീനുകളുണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെ കടൽ പാമ്പ് പോലത്തെ ഒരു മീൻ. ഇത് നമ്മുടെ ലോബ്സ്റ്റേഴ്സിനെയൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഗോൾഡ് ഫിഷ് പോലത്തെ മീൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് നമ്മൾ അക്വേറിയത്തിലൊക്കെ കിടക്കുന്ന അതേ മീൻ.
എനിക്കൊക്കെ മീൻ എന്ന് പറയുമ്പോൾ ആകെ മത്തി, ചാള, ഇമാതിരി മീനൊക്കെ അറിയുള്ളൂ. ഇമാതിരി കളർഫുള്ളായിട്ടുള്ള മീനുകളെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം. വല്ലപ്പോഴും ഒക്കെ അക്വേറിയത്തിൽ കാണുന്നതല്ലാതെ ഇത്രയും വെറൈറ്റീസ് ഓഫ് മീനുണ്ടെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. ഈ ഒരു ഗുഹയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കിനും ശരിക്കും നമ്മൾ കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ആലോചിച്ചത്. കാരണം ഒരു കട്ട് പാർട്സോ ഒന്നുമില്ല, കറക്റ്റായിട്ട് ഇങ്ങനെ ആർച്ച് പോലെ കെട്ടിയിട്ട് അതിനകത്ത് ഫുൾ പലതരം മീൻ, വലിയ മീനുകൾ, കുഞ്ഞു മീനുകൾ എല്ലാം ആ ആർച്ചിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് തന്നെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ ആ കാഴ്ചകളല്ലാതെ ഞാൻ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് കൊച്ചുകുട്ടികളുടെ കളിസ്ഥലത്തിലേക്കാണ്. അവിടെ മീൻ പിടിക്കൂ സമ്മാനം നേടൂ. പിള്ളേരെ ബക്കറ്റായിട്ട് മീൻ പിടിക്കാനായിട്ട് അവിടേക്ക് ഇറക്കി വിട്ട് ആ മീൻ പിടിക്കാൻ വേണ്ടി പിള്ളേർ കഷ്ടപ്പെടുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ കടൽ കൊട്ടാരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്തും കുറേ മീനുകളുണ്ട്. നല്ല ഭംഗിയാണ് കടൽ കൊട്ടാരം കാണാൻ. അത് കഴിഞ്ഞ് സാധാ സ്റ്റോളിലുള്ള പോലെ തന്നെ പലതരം ഐറ്റംസ്, എല്ലാ രീതിയിലുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. എണ്ണ, ചവിട്ടി, ഇങ്ങനത്തെ ഉള്ള എല്ലാ സ്റ്റോൾസും ഇവിടെ അവൈലബിൾ ആണ്. കുഷ്യൻ കവറ്, അതേപോലെ തന്നെ ബെഡ്ഷീറ്റ്, പിന്നെ നമ്മൾ ഒരു ഫോൺ ഗ്ലാസിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുവാണെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഫ്രീ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. ചപ്പൽസ്, അതേപോലെ ചെടികൾ, എല്ലാം ഈ സ്റ്റോൾ ഒരുപാടുണ്ട് നടന്ന് കാണാനായിട്ട്. പിന്നെ നമ്മുടെ നൊക്ലാച്ചി എടുക്കുന്ന പഴയ മിഠായികൾ, ഗ്യാസ് മിഠായി, ഉണ്ട മിഠായി, പൈസ മിഠായി, തേൻ മിഠായി, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ നമ്മുടെ കോഴിക്കോടൻ ഹലുവ, പപ്പടം, പിന്നെ ബാഗ്സിനൊക്കെ ആണെങ്കിൽ 100, 150, 200 ആ റേഞ്ചിലൊക്കെ കുറേ ബാഗ്സ്. മെയിനായിട്ട് കുറേ ആക്സസറീസ് ഉണ്ട്. കമ്മൽ, വാള, മാല, എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ കൊച്ചു കുട്ടികൾക്ക് ഉള്ള കളിപ്പാട്ടങ്ങൾ. അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് വരുന്നത്. ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു. ഏകദേശം നമ്മളിത് കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഒരു 1.5 മണിക്കൂറോളം ആയി. കുറേ കാണാനുണ്ട്. അവിടെ നമ്മൾ ചില്ലി ഗോബി ഫ്രൈ വാങ്ങിച്ചു.
ഗെയിംസ് ഐറ്റംസ് ആണ്. കുറേ പേര് ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചു പിള്ളേർക്കുള്ളതുണ്ട്, വലിയവർക്കുള്ളതുണ്ട്, സ്ലൈഡർ ഉണ്ട്, എല്ലാ തരം ഗെയിം ഐറ്റംസും ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഗെയിംസിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ കാണുന്നത് ചെടിയുടെ സെക്ഷനാണ്. അമ്മച്ചിമാർക്കും അമ്മമാർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള സെക്ഷനാണ്. എൻ്റെ അമ്മേനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ ഫുൾ തൂത്തുവാരി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.